പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് എവിടെയാണ്? തങ്ങളുടെ 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവം എന്നാൽ തങ്ങളുടെ യാത്ര, വിവാഹം, നഷ്ടപ്പെട്ട ധനം, വിവാഹം, അതിനാലോക ഭാര്യാഭർത്തൃ സമാഗമ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സമാഗമങ്ങൾ അല്ലെങ്കിൽ യാത്രകൾ, ശയ്യാസ്ത്രീ സത്മനഷ്ടാർത്ഥ മൈഥുനാന്യമി സപ്തമ, മൈഥുനങ്ങൾ, ഭാര്യാഗൃഹം, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് ഈ ബുധൻ നിൽക്കുന്നത് ഏറ്റവും നല്ല ഭാവത്തിലാണ്. ആ ബുധൻ കർമാധിപനാണ്. ജോലിയെ ചിന്തിക്കണം, 10-ാം ഭാവാധിപനാണ്. കന്നിരാശിയുടെ ആധിപത്യമുണ്ട് ആ ബുധന്. അതിനാൽ ആ ബുധൻ നിൽക്കുന്നത് ഏറ്റവും നല്ല ഭാവത്തിലാണ്, സ്വന്തം ക്ഷേത്രത്തിലാണ്. അത് ഭദ്രമഹായോഗത്തെ പ്രദാനം ചെയ്യും. ആർക്ക്? ധനുരാശിക്കാർക്ക്. അതിനാൽ ഈ ബുധൻ്റെ തുടക്കത്തിലുള്ള ഈ 25 ദിനങ്ങൾ പലപ്പോഴും വ്യാഴമുണ്ടാക്കുന്ന അഷ്ടമഭാവ സ്ഥിതിക്ക് കുറേ പരിഹാരം കാണാൻ പര്യാപ്തമാണെന്ന് അറിയുക. ഏതായാലും യാത്ര പോകേണ്ടവർക്ക് അനുകൂലമാണ്. കാരണം ധനുരാശിക്കാർക്ക് സ്വന്തം വീട് വിട്ട് ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ട സമയമാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. ജോലി മേഖലയിൽ തങ്ങളുടെ കർമ്മത്തിന് ഒരു പുത്തൻ ഉണർവ് പ്രദാനം ചെയ്യാൻ ഈ ബുധൻ്റെ അവസരോചിതമായ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം നന്മകളെ പ്രദാനം ചെയ്യും. ഒരു മാറ്റവുമില്ല എന്ന് അറിയുക. നന്നായി കർമ്മമേഖലയിൽ നല്ല വസന്തങ്ങൾ ഉണ്ടാകട്ടെ ധനുരാശിക്കാർക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.